ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. റോമലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിന് അധീനരല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ അടിമകളല്ല, നിങ്ങൾ ന്യായപ്രമാണത്താലല്ല നിങ്ങൾ ഇന്ന് നടത്തപ്പെടുന്നത്. കാരണം ന്യായപ്രമാണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളായിരുന്നു നമ്മൾ നീതീകരിക്കുന്നത്. അങ്ങനെ അത് ചെയ്ത് നമ്മൾ നീതീകരിക്കുന്നു. കുറേ കാര്യങ്ങൾ ചെയ്ത്, കുറേ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ നീതീകരിക്കപ്പെടുന്നു, നമ്മൾ പാപക്ഷമ പ്രാപിക്കുന്നു. അങ്ങനെയായിരുന്നു ന്യായപ്രമാണം. എന്നാൽ കാലം മാറി യേശു കർത്താവിൻ്റെ വരവോടുകൂടെ യേശു കർത്താവ് നമ്മളെ അതിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചു, നമ്മളെ സ്വതന്ത്രരാക്കി. ഇപ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം കൃപയ്ക്ക് അധീനരായിത്തീർന്നു. ദൈവകൃപയാണ് നമ്മളെ നീതിമാന്മാരാക്കുന്നത്. ദൈവകൃപയാണ് നമ്മളെ പാപമില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്നത്. ദൈവകൃപയാണ് നമുക്ക് വേണ്ടതെല്ലാം തരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപയാലാണ് നാം അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കൃപയ്ക്കാണ് അധീനരായിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആ കൃപയ്ക്ക് നമ്മൾ അധീനരായിരിക്കുന്നത് കൊണ്ട് പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നില്ല. പാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. പാപത്തിന് നമ്മുടെ മേൽ യാതൊരു കർത്തൃത്വം കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. നമുക്കാണ് പാപത്തിൻ്റെ മേൽ കർത്തൃത്വമുള്ളത്. പാപത്തെ ജയിക്കാൻ, പാപത്തെ വാഴാൻ ഒക്കെ നമുക്ക് കർത്താവ് അധികാരം തന്നിരിക്കുന്നു. നമുക്ക് ആ പാപത്തെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു നല്ല ഒരു ക്രിസ്തീയ ജീവിതം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, കാര്യം യേശു കർത്താവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിച്ചപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കർത്താവ് കഴുകി, നമ്മൾ ശുദ്ധരായിത്തീർന്നു, നമ്മൾ നീതിമാന്മാരായിത്തീർന്നു. നമ്മുടെ പാപത്തിൻ്റെ കടവെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു തീർത്തതുകൊണ്ട് ഇന്ന് നമ്മൾ നീതിബോധത്തിൽ, നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ വാഴുന്നവരായി തീരാനാണ് കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിമേൽ പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വമില്ല. നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ കൃപയ്ക്ക് അധീനരാണ്. ഇന്ന് പകലും നമുക്ക് ആ കൃപയിലൊന്ന് ആശ്രയിക്കാം. കർത്താവിൻ്റെ കൃപ നമുക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും തരുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന, നമ്മളെ നീതിമാനമായി വാഴാൻ, ജീവിക്കാൻ അനുവദിക്കുന്ന ആ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിച്ച് ഇന്ന് പകലും നമുക്ക് സന്തോഷത്തോടെ ജയോത്സവമായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളെ ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കർത്താവ് ഞങ്ങളുടെ കൃപ തന്ന്, കർത്താവെ ആ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്ന വഴിക്കായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന നന്മയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ ആ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഇന്ന് പകലും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് ആ കൃപ അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.